ഇത് 2 പെർഫ്യൂമാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാനുള്ളത്. രണ്ടും സാധാരണക്കാരുടെ കൊക്കിലൊതുങ്ങുന്ന പ്രൈസിലുള്ള 2 സ്വീറ്റ് പെർഫ്യൂം. വൈകുന്നേരം, രാത്രി, രാവിലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഗുർമോൺ പെർഫ്യൂം. പാർട്ടി ആണ് മെയിൻ ലക്ഷ്യം. പാർട്ടി, അതുപോലെ തന്നെ ക്ലബ്ബിംഗ്, അടിച്ചുപൊളി, കല്യാണം, അതുപോലെ ഫംഗ്ഷനൊക്കെ ഈ അടുത്ത കാലത്ത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു സ്വീറ്റ് പെർഫ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ലത്താഫ എക്ലെയർ ബനോഫി. ഇതിൻ്റെ പേര് ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ല. ബനോഫി പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. എന്താണെങ്കിലും അത് നമുക്കിത് റിവ്യൂ ചെയ്യാം. ഇത് വാങ്ങി വെച്ചിട്ട് ഏകദേശം 1.5 മാസമായി. ഞാനിത് ഇപ്പോൾ കടുത്ത വേനലിൽ നമുക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് ഇപ്പം ട്രൈ ചെയ്തു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഈ ബനോഫി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പലഹാരമാണ്. അത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പഴം, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ്, ബട്ടർ സ്കോച്ച്, വാനില, കാരമൽ, പിന്നെ ക്രീം, ഇതൊക്കെ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. വളരെ സ്വീറ്റ് ആയിട്ട്, വളരെ ഗുർമോണ്ട് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ബനോഫി എന്നാണ് അറിയാൻ കഴിയും. ഒരു ബ്രിട്ടീഷ് വിഭവം. അപ്പോൾ വളരെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇറക്കിയ ഒരു പെർഫ്യൂമാണ് എക്ലെയർ. പഴയ നമ്മുടെ എക്ലെയർ മിഠായിയുടെ ഒക്കെ ഒരു പേര്. ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഉരുകി ഒലിച്ച് ഇറങ്ങുന്ന നമുക്കൊരു ബട്ടർ സ്കോച്ച് അല്ലെങ്കിൽ കാരമൽ എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലപോലെ മെച്ചുവറായിട്ടുണ്ട്. കണ്ടില്ലേ പൊടി? ഓ, ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് സ്വീറ്റ്, വാനില, ഫ്രൂട്ടി, ലാക്ടോണിക്, ട്രോപ്പിക്കൽ. 3 പെർഫ്യൂംസ് ചേർന്നിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഡലിയ, ഇസൈം, ഫാനിബാൽ, ഗേൽ, മൊന്തേറോ. ഇതൊക്കെ പേരെന്താണെന്ന് അറിയില്ല, വായിക്കൊള്ളാത്ത പേര് വിട്ട്. ഇനി ഇത് ഏത് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്? നമുക്കറിയാവുന്ന പെർഫ്യൂം ഇൻസ്പയർഡ് ഒന്നുമല്ല. ഇത് സ്വന്തമായിട്ട് അവർ 3 പേരും ചേർന്ന് മേക്ക് ചെയ്തതാണ്. പ്രത്യേകിച്ച് ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പിറേഷൻ ഒന്നുമല്ല. അത് നല്ലൊരു കാര്യമാണ്. നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂം അല്ല ഇത്, നോട്ട് ദ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തനതായിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് തോന്നും. മറ്റൊരു പെർഫ്യൂമിൻ്റെയും ഇൻസ്പിറേഷൻ അല്ല. നമുക്കറിയാവുന്ന മറ്റു മണങ്ങളായിട്ട് ബന്ധവുമില്ല. അപ്പോൾ 3000 രൂപയിൽ ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പെർഫ്യൂമുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മണമുള്ള ഒരു പെർഫ്യൂം. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ എടുത്ത് പറയുന്നത്, ഇതൊക്കെ സൂപ്പർ സിന്തറ്റിക് ആണ്. അപ്പോൾ സിന്തറ്റിക് ആയതുകൊണ്ട് മോശമാണോ നല്ലതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് സിന്തറ്റിക് പെർഫ്യൂംസ് ഇഷ്ടമല്ലാത്തവരുണ്ട്, നീഷ് ക്വാളിറ്റി മണം പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് 3000 രൂപ അല്ലെങ്കിൽ 4000, 5000 റേഞ്ചിലൊക്കെ നമ്മൾ ഭയങ്കര ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ആവർത്തന വിരസത കൊണ്ട് ഒഴിവാക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തുള്ളത് ടോപ്പ് നോട്ടിൽ കൊടുത്ത് ബനാന. അതിൻ്റെ പേരെന്തോ, ഡൂൾസെ ഡെ ലീച്ചയോ എന്തൊക്കെ നോട്ടാണ് എന്തോ. അത് ഒരുതരം ഗുർമോണ്ട്, സ്വീറ്റ് ഗുർമോണ്ട് വരുന്ന, അല്ലെങ്കിൽ ബ്രെഡിലൊക്കെ തേക്കുന്ന ഒരു ക്രീമിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിഡിൽ നോട്ടിൽ വരുന്നത് വാനില, ക്രീമും, ബേസ് നോട്ടിൽ ബിസ്ക്കറ്റും, പ്രലീൻ, മസ്ക്. ഇതെല്ലാം വായിൽ വെള്ളം വരുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഇനി ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇത് ഷാർജയോ? ഷാർജ ശരിക്കണം. കയ്യിലടിച്ചപ്പോൾ ഷാർജ ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു മണം. നമുക്ക് ടോപ്പ് നോട്ടിൽ നന്നായിട്ട് പഴത്തിൻ്റെ മണം കിട്ടുന്നുണ്ട്. പഴവും വാനിലയും ഐസ്ക്രീമിൻ്റെയും മണം. ഇത്ര ഓർത്തിരുന്നാൽ മതി. പഴം കൊണ്ട് ഒരു കേക്ക്, ആ കേക്കിൽ ബട്ടർ സ്കോച്ചും വാനിലയും ഐസ്ക്രീം ഒക്കെ കുത്തി നിറച്ച് വെക്കുമ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ല്. എനിക്ക് കൈ നക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്വീറ്റ്നെസ് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ സ്വീറ്റാണ്. ഞാൻ ഈ പറഞ്ഞ ആ ഒരു പലഹാരം, ആ ഒരു ബ്രിട്ടീഷ് മധുര പലഹാരം മാത്രം സങ്കല്പിക്കുക. അതിൻ്റെ മണം നിങ്ങൾ എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്നത് അതാണ് ഇതിൽ കിട്ടുന്ന മണം. ടോപ്പ് നോട്ടിൽ നന്നായിട്ട് ആ ഒരു പഴത്തിൻ്റെ മണം, കാരമലൈസ്ഡ് പഴം, അതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു പഴത്തിൻ്റെ മണവും പിന്നെ വാനിലയും ക്രീമിൻ്റെ മണവും ഇത് ചേരുമ്പോഴുള്ള പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. ഇത് യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ലൗഡായിട്ടുള്ള പെർഫ്യൂമാണ്. ഒരു 4 സ്പ്രേക്ക് മുകളിൽ നിങ്ങൾ അടിക്കരുത്, ഭയങ്കര ലൗഡാണ്. ഇത് അടിക്കേണ്ട ഒക്കേഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം, രാത്രിയും. അതായത് ഈ പെർഫ്യൂം അടിച്ചിട്ട് പോയാൽ എന്തായാലും ആൾക്കാർ ചോദിക്കും. നിങ്ങൾ ചോദിക്കാതിരിക്കാൻ ഉറപ്പായിട്ട് ചോദിക്കും. ഈ പേരും നിങ്ങൾ ഓർത്തിരിക്കണം, എക്ലെയർ ബനോഫി എന്ന് ഓർത്തിരിക്കുക, ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി. ഇനി ഇത് ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത്, ഒരു കാരണവശാലും വെയിലത്തടിച്ചിട്ട് പോകരുത്. ഓഫീസിൽ നിങ്ങൾക്ക് അടിക്കേണ്ടി വന്നാൽ 2 സ്പ്രേക്ക് ഉപരി നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അടിക്കരുത്, വളരെ സ്ട്രോങ് ആണ്. ഓഫീസിൽ AC ആണെങ്കിൽ 2 സ്പ്രേ തന്നെ ധാരാളം. വെയിലത്തടിച്ചിട്ട് പോകരുത്. ഓഫീസ് ഡെയിലി അടിക്കാനും പാടില്ല. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസമാണെങ്കിൽ അന്നേ ദിവസം അടിക്കാം. അല്ലാത്ത പക്ഷം രാവിലെ കല്യാണം, കൂട്ടുകാരുമായിട്ട് സിനിമയ്ക്ക് പോകുമ്പോൾ, ഗേൾ ഫ്രണ്ടുമായിട്ട് പുറത്ത് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, ഏതെങ്കിലും ആഘോഷങ്ങൾ, പരിപാടികൾ, അത്തരം സാഹചര്യങ്ങളുമാണ് ഇത് ഉപയോഗിക്കുക. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. ഇതൊരു ഫ്രഷ്നെസ് തരുന്ന മണമെല്ലാം പകരം ഒരു സ്വീറ്റ് സെക്സീസ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ലോങ്ജിവിറ്റി ഞാൻ പറയുന്നില്ല, കൈ കഴുകി കളയണം, അതുപോലെ സ്ട്രോങ് ആണ്. ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആകാൻ സാധ്യതയുണ്ട്.
യൂണിസെക്സ് ആയതുകൊണ്ട് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ വർക്കൗട്ട് ആവും. സ്വീറ്റ് പെർഫ്യൂം ഞാൻ പറയുന്നു 3000 രൂപയിൽ താഴെ ഒരു പെർഫ്യൂം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പെർഫ്യൂമാണ് എക്ലെയർ ബനോഫി. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. പിന്നെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്, ഇത് 3 പെർഫ്യൂമേഴ്സ് ചേർന്ന് മേക്ക് ചെയ്ത പെർഫ്യൂം. നമുക്ക് പരിചയത്തിലുള്ള ഒരു പെർഫ്യൂമുമായിട്ട് ബന്ധമില്ല, ഒരു യൂണീക്ക് ആയിട്ടുള്ള മണം. ഓക്കെ, 3000 രൂപയിലാണ് പ്രൈസ് വരുന്നത്. ഒന്നിത്. ഇത് നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ഒഡീസി മാഷ്മെലോ. ഇതും അർമാഫിൻ്റെ ആണ്. ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് 3000 രൂപയ്ക്ക് അകത്താണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഇത്രയും ഒരു 5000 പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ 5000-ഓളം പെർഫ്യൂമേഴ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ സ്ട്രോബെറിയുടെ മണം, സ്ട്രോബെറിയും മിൽക്കി സ്ട്രോബെറിയുടെ മണം ഇതുപോലെ ചെയ്തു വെച്ച ഒരു പെർഫ്യൂം വേറെ ഇല്ല. അതുപോലെ കൃത്യം പക്ഷെ സൂപ്പർ സിന്തറ്റിക് ആണ്, വളരെ സിന്തറ്റിക് ആണ്. പക്ഷെ എങ്കിലും ഇതിൻ്റെ ആ ഒരു എടുത്തറിയുന്ന മണം കാരണം നമുക്ക് ആ സിന്തറ്റിക് ആണെന്നുള്ള കാര്യം മറന്നുപോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പണ്ട് UKG പഠിച്ച സമയത്ത് അമ്മ വാങ്ങി തന്ന വാട്ടർ ബോട്ടിലിൻ്റെ ഒരു ഡിസൈനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ കാണാനും ഒരു രസമാണ്, ഒരു ഫണ്ണി ആയിട്ടുള്ള ബോട്ടിൽ. ഇത് കണ്ടില്ല, തൊട്ടാൽ ഞെങ്ങി പോകുന്ന ഒരു പഞ്ഞി പോലുള്ള ഒരു തുണിയോ എന്തോ കൊണ്ട് നിർമ്മിച്ചതാണ്. കൊള്ളാം, ഒരു ലെതറാണോ എന്താ അറിയില്ലത്, അമുങ്ങുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ. EDP കുറുമ്പോണ്ട് എഡിഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും. രണ്ടും 100 ml ആണ്. ഇത് 2 യൂണിസെക്സ് ആണ്. നമുക്ക് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് ലേഡീസ് കണ്ടു കഴിഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ പേരിൽ തന്നെ അവർ വാങ്ങി വെക്കും. ഇനി ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് സ്വീറ്റ് ഫ്രൂട്ടി പൗഡറി വാനില ലാക്ടോണിക്. ഇതിൻ്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ടോപ്പ് നോട്ടിൽ കോക്കനട്ട്, ആപ്പിൾ, ലെമൺ, റോസ്, ലിലി ഓഫ് ദ വാലി. മിഡിൽ നോട്ടിൽ മാഷ്മെലോ, സ്ട്രോബെറി, ആപ്രിക്കോട്ട്, പീച്ച്, റാപ്സ്ബെറി, ഓറഞ്ച് ബ്ലോസം, ചീസ്, വാനില, പ്രലീൻ, മസ്ക്, ടോങ്കബീൻ, ആംബർ. ഇത്രയൊക്കെയാണ് നോട്ട് വരുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട കാര്യം പറയാം. വളരെ ലൗഡാണിത്. 2 സ്പ്രേ. സ്ട്രോബെറി ഷേക്ക്. ഒന്നുമില്ല, സ്ട്രോബെറി ഷേക്ക്. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഷേക്കിൽ കുളിച്ചിറങ്ങിയ ഒരു വ്യക്തിയുടെ മണം. സംശയം ഉണ്ടെങ്കിൽ ഇതൊരു 5 ml ഡീക്കൻഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞ അത് തന്നെ നിങ്ങൾക്ക് പറയാൻ കാണും. സ്ട്രോബെറി ഷേക്കിൽ കുളിച്ചിറങ്ങിയ ഒരാൾ. സ്ട്രോബെറി കൊണ്ട് ഒരു ഷേക്ക്. സ്ട്രോബെറി ഒരു ജാറിലിടുന്നു, നല്ല പഴുത്ത സ്ട്രോബെറി ഒരു ജാറിലിടുന്നു, അതിൽ കുറച്ച് ക്രീം ഒഴിക്കുന്നു, മധുരമുള്ള ക്രീം ഒഴിക്കുന്നു, വാനില ചേർക്കുന്നു, ഐസ്ക്രീം ചേർക്കുന്നു, നല്ല പാല് ചേർക്കും. ഇത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ കിട്ടുന്ന മണം. കുറേ സ്ട്രോബെറി ചേർക്കണം, എങ്കിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് സ്ട്രോബെറിയുടെ മണം വരും. വളരെ വളരെ എക്സ്ട്രീംലി പോട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. ഈ നോട്ടുകൾ, ഞാൻ ഈ പറഞ്ഞ നോട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടും. ഇതിന് എവിടെയോ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ അല്ല, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു മണമാണ് ഡ്രൈ ഡൗണിൽ വരുന്നത്. ടോപ്പ് നോട്ട് മുഴുവനും സ്ട്രോബെറിയുടെയും വാനിലയുടെയും ബട്ടർ സ്കോച്ചിൻ്റെയും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു ഷെയ്ക്കിൻ്റെയും കളിയാണ്. ഇത് ഈ 2 സാധനവും നിങ്ങൾ പാർട്ടിയിൽ വേണം ഉപയോഗിക്കാൻ. ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, എല്ലാവരും ചോദിക്കും ഏത് പെർഫ്യൂമാണെന്ന് ചോദിക്കും. സ്ട്രോങ് ആണ്. ഇത് 2 വീക്ക് ആയിട്ടുള്ള പെർഫ്യൂം അല്ല, 2 സ്ട്രോങ് ആണ്. 2 സ്വീറ്റ് ഗുർമോണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തല വെച്ച് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം. അത് നമ്മുടെ ഈ ഒരു 3000 പ്രൈസ് റേഞ്ചിൽ. ഞാൻ വീണ്ടും പറയുന്നു, സിന്തറ്റിക് ആണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. സിന്തറ്റിക് ആണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് അതിന് മൂല്യം ഉണ്ടാവണം. അത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് അതുപോലെ റിസൾട്ട് കിട്ടണം. 2 റിസൾട്ട് കിട്ടുന്ന പെർഫ്യൂമാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ പോയതുപോലെ തന്നെ തിരിച്ച് കോംപ്ലിമെൻ്റ് ആയിട്ട് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് വരുന്നത് 2 ഞാൻ പറയും. വൈകുന്നേരം രാത്രി ഉപയോഗിക്കുന്നതിൽ 10 മണിക്കൂറൊക്കെയാണ് ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ഒരു 4-5 മണിക്കൂർ ഇത് പ്രൊജക്റ്റ് ചെയ്യും. ഞാൻ ലോങ്ജിവിറ്റി അല്ല പറഞ്ഞത്, 4-5 മണിക്കൂർ പ്രൊജക്റ്റ് ചെയ്യും. 5 സ്പ്രേക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ ചുമച്ച് വില്ലൻ ചുമ വരും. സോ അതുകൊണ്ട് നിങ്ങൾ അത്രയും ഒരു സൈക്കോപാത്തായിട്ട് ഉപയോഗിക്കരുത്. ഒരു 3 സ്പ്രേ മാക്സിമം അത്രയും മതിയാവും. ആൾക്കാർ ദൂരേക്ക് മണം പോകും. നിങ്ങൾ ഒരു വലിയൊരു ഗ്യാങ് എടുത്ത് കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിൽ നിങ്ങൾ ഈ 2 ഏതെങ്കിലും അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ദൂരേക്ക് മണം പോകും. അതുപോലെ 2 നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റും. 2 ലെയർ ചെയ്ത് അടിക്കാനും പറ്റും. വാങ്ങുന്നവർ 2 ട്രൈ ചെയ്തിട്ട് ലെയർ ചെയ്ത് അടിച്ചു കഴിഞ്ഞാലും സെറ്റാണ്. കാലാവസ്ഥ ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പുള്ള സമയത്ത് വേണം യൂസ് ചെയ്യാൻ. വൈകുന്നേരവും രാത്രിയും ഓഫീസിൽ ഇത് ഉപയോഗിക്കാം. 1 സ്പ്രേ അല്ലെങ്കിൽ 2 സ്പ്രേ. AC ഉള്ള സമയത്ത് വെയിലത്തടിച്ചിട്ട് ഇറങ്ങരുത്, ഒരുപാട് ക്ലോയിങ് ആയി മാറും. 2 യൂണിസെക്സ് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവൾ എന്തായാലും ചോദിക്കും, ഇത് ഏത് പെർഫ്യൂമാണെന്ന് ചോദിക്കും, നീ ഏത് അടിച്ചിട്ട് വന്നെന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കും, സംശയമൊന്നുമില്ല. 3000 രൂപയിൽ താഴെ വരുന്ന പെർഫ്യൂം. പാർട്ടി, സ്വീറ്റ്, ക്ലബിംഗ്, കല്യാണം, അടിച്ചുപൊളി, ഇങ്ങനെ ഏത് ആഘോഷമാണെങ്കിലും ഇപ്പം 2 എണ്ണവും സെറ്റാണ്, യൂണിസെക്സ് ആണ്. ഇനി നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ നല്ലൊരു സ്വീറ്റ് പെർഫ്യൂം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബഡ്ജറ്റിൽ ഇത് 2 നിങ്ങൾ കൺസിഡർ ചെയ്യുക. 2 യൂണീക്ക് എക്സ്പീരിയൻസ് ആണ്. ഇതിന് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ ഒരു സ്ട്രോബെറി, ബട്ടർ സ്കോച്ച്, വാനില സ്മെല്ല്. ഇത് ബനോഫി എന്നുള്ളൊരു സ്വീറ്റ് മധുര പലഹാരത്തിൻ്റെ മണം. 2 ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. 2 നിങ്ങൾ ഇഷ്ടപ്പെടും. 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള മണമാണ്. 2 ദിശയിൽ യാത്ര ചെയ്യുന്ന പെർഫ്യൂം. 2 സ്വീറ്റാണ്. ട്രൈ ചെയ്യുക. 2 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. 10 ml 5 ml ഡീക്കൻ്റ് അവൈലബിൾ ആണ്.
ഒരു കാരണവശാലും ബ്ലൈൻഡായിട്ട് വാങ്ങരുത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. 5 ml 10 ml റേറ്റും കാര്യങ്ങളും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വാട്സപ്പിൽ മെൻഷൻ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വാങ്ങുന്നതാണ്. താങ്ക് യു സോ മച്ച്.